ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ID4 ആണ്, വോക്സ്വാഗൻ്റെ. ഇത് ടോപ്പ് ട്രിമാണ്. അവർക്കൊരു 6 വേരിയൻറ്റുകളുണ്ട്. ഇതിൻ്റെ അത് ടോപ്പ് ട്രിമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്പ്രോയസ് ഓൾ വീൽ ഡ്രൈവ് മോഡല്. എനിക്ക് ടെസ്ലയായിട്ട് ഇതിൻ്റെ അകത്ത് മെയിൻ ഡിഫറൻസ് തോന്നുന്നത് ഈ വണ്ടി ഓടിക്കുമ്പം ഇതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇല്ല. പക്ഷേ ഫ്യൂച്ചർ അപ്ഡേറ്റിൽ അത് വരും എന്നാണ് ഷോറൂമിലുള്ള ആൾക്കാർ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ജസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വണ്ടി ഭയങ്കര സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര പക്കയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അതേപോലെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാന്ന് തോന്നുന്നു. ഇതിന് ഡ്രൈവ് മോഡ്സുകളുണ്ട്, അതായത് കംഫോർട്ട് അല്ലെങ്കിൽ സ്പോർട്ട് മോഡുകൾ, അങ്ങനെ പറഞ്ഞ കുറേ മോഡുകൾസ് ഉണ്ട്. സെയിം നമ്മളൊരു IC എഞ്ചിൻ വണ്ടി ഓടിക്കുന്ന സെയിം ഒരു ഫീലാണ് കിട്ടുന്നത്. സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതായത് വെളിയിൽ നിന്നുള്ള നോയിസ് കുറച്ച് കേൾക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും ഭയങ്കര വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തേക്കുന്ന വണ്ടിക്ക്. പിന്നെ എല്ലാ സേഫ്റ്റി ഫീച്ചറും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലൈൻ അസിസ്റ്റ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ആസ് യൂഷ്വൽ ഒരു വോക്സ്വാഗൻ വണ്ടി ഓടിക്കുന്ന അതേ ഫീലാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് തരുന്നത്. സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര ലൈറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്ലയായിട്ടൊരു വ്യത്യാസം ഉള്ളത് ഇതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. നമുക്ക് 1 ഫുട്ട് പെഡൽ ഡ്രൈവിംഗ് ഇതിൻ്റെ അകത്ത് പോസിബിൾ അല്ല. പക്ഷേ ഫ്യൂച്ചർ അപ്ഡേറ്റിൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ജസ്റ്റ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പം സോഫാർ നമുക്കത് അവൈലബിൾ അല്ല. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാ വണ്ടി നിൽക്കുന്ന പോലെ തന്നെ പതുക്കെ നിൽക്കത്തുള്ളൂ. വേറെ എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് റിയർ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ, ബാക്കി സ്വിച്ചുകളില്ല. അതിന് പകരം ഇവിടെ ഒരു, ഞാൻ പിന്നെ വണ്ടി ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ കാണിക്കാം, ജസ്റ്റ് 2 സ്വിച്ചുകളേ ഉള്ളൂ. വേറൊരു ബട്ടൺ ഞെക്കിയിട്ടാണ് നമ്മൾ ബാക്കിലത്തെ വിൻഡോസ് ഇവിടെ താക്കാനും വെക്കാനും ഒക്കെ പറ്റുന്നത്. ആകെ 2 സ്വിച്ചുകളേ ഉള്ളൂ, 4 വരെ 2 ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രേക്ക് ഔട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓട്ടോ ഹോൾഡ് ഫീച്ചറിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിൻ്റെ കാലെടുത്ത് കഴിഞ്ഞാലും വണ്ടി മുമ്പോട്ട് പോകത്തില്ല, നമ്മൾ ആക്സിലേറ്റർ ഔട്ടിയാലേ പോകത്തുള്ളൂ. എനിക്ക് ഹാൻഡ്ലിംഗ് ഒന്നും ഒരു വിഷയം തോന്നുന്നില്ല. കാരണം ഓടിക്കുന്ന ഒരു വോക്സ്വാഗൻ വണ്ടിയാണ്, എനിക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഓടിച്ചിട്ട്. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ പിക്ക് ചെയ്യും വണ്ടി. നമ്മൾ ടെസ്ല പോലെ തന്നെ നമുക്കൊരു സഡൻ ആക്സിലറേഷൻ നമുക്കിവിടെ കിട്ടും. അതേപോലെ തന്നെ ഈ റീജനറേഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി സ്ലോ ആവുകയും ചെയ്യും. പാർക്കിംഗ് ടെസ്ല പോലെ അല്ല. എനിക്കെൻ്റെ റിവേഴ്സ് ക്യാമറ അത്ര അടിപൊളിയായിട്ട് തോന്നുന്നില്ല. കുറച്ചുകൂടെയൊക്കെ നല്ലപോലെ ആക്കായിരുന്നു. കാരണം അതിന് അത്ര ക്ലാരിറ്റി തോന്നുന്നില്ല റിവേഴ്സ് ക്യാമറയ്ക്ക്. നമ്മൾ പാർക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി നിൽക്കും. സോ എനിക്ക് വണ്ടി ഇപ്പം ID4 ഓടിച്ചിട്ട് ഇത് ടോപ്പ് ട്രിമാണ്. ഇത് ഓടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളിപ്പം ഒരു വേരിയൻറ്റ് കമ്പയർ ചെയ്യുന്നത് മിക്കവാറും ടെസ്ലയായിട്ടായിരിക്കും. അതായത് ഇലക്ട്രിക് വണ്ടി നമ്മൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എന്തായാലും കമ്പയർ ചെയ്യുന്നത് ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കമ്പയർ ചെയ്യാൻ പോകുന്നത് ടെസ്ലയായിട്ടായിരിക്കും. ഇത് ഞാൻ ടെസ്ലയായിട്ട് എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു ഇലക്ട്രിക് കാറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇതൊരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന, കാരണം നമ്മൾ ആ നോയിസ്, എഞ്ചിൻ്റെ നോയിസും പിന്നെ അല്ലെങ്കിൽ ആ റവൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധാരണ എങ്ങനെയാണോ ഒരു കാർ ഓടിക്കുന്നത് അതേ ഫീലാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാനൊരു ടെസ്ല ഓടിച്ചാൽ നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നു വണ്ടി ഓടിക്കും. ഇതിന് അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മൾ കറക്റ്റ് എങ്ങനെയാണോ ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്നത് അതേപടി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ റീജനറേഷൻ ബ്രേക്കിങ്, അതായത് നമ്മൾ ഫൂട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം വണ്ടി സഡനായിട്ട് നിൽക്കത്തില്ല. പകരം നമ്മൾ കുറച്ച് സമയം എടുക്കും വണ്ടി നിൽക്കാൻ. നമ്മൾ സാധാരണ ഒരു എഞ്ചിൻ വണ്ടി, അതായത് ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ കാലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെയും ക്രീപ്പ് ചെയ്യും കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഓൾ ഓഫ് എ സഡൻ നിൽക്കത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വണ്ടി കൂടുതലും നമുക്ക് ഒരു പെട്രോൾ വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ആസ് യൂഷ്വൽ ജർമ്മനാണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട് എല്ലാ കാര്യത്തിനും. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വിസിബിലിറ്റിയാണ്. പിന്നെ ഇതിന് 8 സ്പീക്കറുണ്ട്. അത് 8 സ്പീക്കറും വരുന്നത് ഹാർമർ കാറിൻ്റെ 8 സ്പീക്കറാണുള്ളത്. ഇതാണ് വണ്ടിയുടെ ഉൾവശം ID4-ന്റെ. ഇത് ടോപ്പ് ട്രിമാണ്. ഇതിന് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പീഡ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ്.
2 AC വെന്റ് വരുന്നുണ്ട്, അവിടെ ഒരു AC വെന്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, സാധാരണ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, കണ്ടില്ലേ, 2 പവർ വിൻഡോ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ റിയർ ഞെക്കിയാൽ മാത്രമേ നമുക്ക് റിയറിലെ ഈ പവർ വിൻഡോ ആയിട്ട് ഇത് മാറും, അല്ലാതെ 4 സ്വിച്ചുകൾ വരുന്നില്ല, ആ 2 സ്വിച്ചുകളെ വരുന്നുള്ളൂ. പിന്നെ ഇതിന് ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്, ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്, പിന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, പിന്നെ അതേപോലെ ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. നല്ല വിസിബിലിറ്റി അവിടെ ഇരിക്കുമ്പോൾ. ഇനി ഞാൻ ബാക്ക് സീറ്റ് കാണിച്ചു തരാം. ബാക്ക് സീറ്റ് അതുപോലെ ഭയങ്കര കംഫിയാണ്. 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, AC വെന്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. എൻ്റെ സീറ്റിംഗ് പൊസിഷൻ്റെ 5'5" ആണ് ഹൈറ്റ്. എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലേക്കാണ് ഈ വണ്ടി ഇട്ടിരിക്കുന്നത്. എന്നാൽ പോലും ഇഷ്ടം പോലെ ലെഗ് റൂമുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല കംഫിയാണ്. ഇവിടെ നമുക്ക് സ്പീക്കേഴ്സ് കാണാം, പിന്നെ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഈവൻ നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പവർ വിൻഡോ താക്കാനുള്ള സ്വിച്ചുകളുണ്ട്. ഇനി ഇതിൻ്റെ ട്രങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് താഴെ പക്ഷേ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ചെറിയൊരു സാധനം വെക്കാൻ ഉള്ള സ്ഥലം ഇവിടെ ഉള്ളൂ. നമുക്കൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് 60-40 സ്പ്ലിറ്റാണ് വരുന്നത് സീറ്റ്. പിന്നെ നമുക്കിത് 1 ടച്ചായിട്ട് ക്ലോസ് ചെയ്യാം. ഇതാണ് നിങ്ങൾ ID4-ൻ്റെ ബാക്ക് വശം. ഒരു ടൈലൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എല്ലാം LED ആണ്. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് വണ്ടി. സോ ഇത് ഇതിൻ്റെ 21 ഇഞ്ച് അലോയ് വീലാണ്. നമുക്ക് ബേസ് വേരിയൻ്റ് 19 ഇഞ്ചാണ്. 19 ഇഞ്ച് തൊട്ട് 21 ഇഞ്ച് വരെ വരുന്നുണ്ട്. എങ്ങനെയാണ് ID4 ബാക്കി കാറുമായിട്ട് ഡിഫർ ആവുന്നത്? അതായത് ബാക്കി ഇലക്ട്രിക് കാറുമായിട്ട് കോമ്പറ്റീഷനിലുള്ള ടെസ്ല പോലുള്ള ബാക്കി മോഡലുമായിട്ട് എങ്ങനെയാണ് ഡിഫർ ആവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ID4 ഡ്രൈവ് ചെയ്യുമ്പം നമുക്കതൊരു ഇലക്ട്രിക് കാറാണെന്ന് തോന്നത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെവിനെസ് ഉണ്ട് ഇലക്ട്രിക് കാറിന്. അത് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഒരു പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ അതേ ഒരു സിമിലാരിറ്റിയാണ് എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ കിട്ടിയ. ഒരു ഹെവിനെസ് ഒന്നും അതിൻ്റെ അകത്തില്ല, ഒരു ഈസിനെസ് നമുക്ക് തോന്നി. നമുക്കൊരു 3 എഞ്ചിൻ വേരിയന്റുകളാണ് ID4-ലുള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞ ഒരു ബേസ് വേരിയന്റ്, അതായത് 1 സ്പീഡ് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ, ഒരു 201 HP ഹോഴ്സ് പവറും ഒരു 332 കിലോമീറ്റർ റേഞ്ചും തരുന്ന ഒരു വേരിയന്റ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 62 കിലോവാട്ടിൻ്റെയാണ്. പിന്നെ ഒരു സെക്കൻഡ് വേരിയന്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടറാണ് ആ വേരിയന്റ് വരുന്നത്. അതിൻ്റെ ഒരു HP എന്ന് പറഞ്ഞാൽ 280 HP ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 468 കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്. ഇതാണ് ID4-ലെ ഏറ്റവും ടോപ്പ് റേഞ്ച്. അതായത് ഇതാണ് ഏറ്റവും മാക്സിമം ID4 തരുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 468 കിലോമീറ്റർ. പിന്നുള്ളത് ഒരു ടോപ്പ് വേരിയന്റ് നമ്മൾ ഇന്ന് ഓടിച്ച്, അതിൻ്റെ അകത്ത് വരുന്നത് 250 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടറാണ്. അതിൻ്റെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഒരു 335 ഹോഴ്സ് പവറാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 423 കിലോമീറ്റർ ആണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും, നമ്മളൊരു ഇലക്ട്രിക് കാർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നേരം ചാർജ് ചെയ്യാൻ എടുക്കുമെന്നുള്ളത്. നമ്മൾ ടെസ്ല ഇന്നലെ കണ്ട പോലെ അത് സൂപ്പർ ചാർജിലൊക്കെ ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ അത് ചാർജ് ആവും. അതേപോലെ തന്നെ ID4-ഉം ഒട്ടും മോശമല്ല ചാർജിങ്ങിൽ. നമുക്കൊരു പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പെട്രോൾ അടിച്ച് പോകാം. നമുക്ക് വെയിറ്റിംഗ് ഇല്ല. നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അടിക്കുന്നു പോകുന്നു. പക്ഷെ ഒരു ഇലക്ട്രിക് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാശുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സമയമെടുക്കും ഇതൊന്ന് ചാർജ് ആയി കിട്ടാൻ. അപ്പോൾ ആ ഒരു സമയം കൂടുതലും കുറവുകളും ഒക്കെ നമ്മൾ മാനുഫാക്ചറെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ടെസ്ലയ്ക്ക് കുറച്ച് കുറവാണെങ്കിൽ അടുത്ത മാനുഫാക്ചർ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇതിലും നല്ല വണ്ടികൾ വന്നെന്നും ഇരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടോയിങ് കപ്പാസിറ്റിയാണ്. അതായത് ഈ വണ്ടിയെ കൊണ്ട് നമുക്ക് വേറെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ വണ്ടി എന്നല്ല വേറെ എന്തെങ്കിലും നമുക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോകാം. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2700 LBS ആണ്, അല്ലെങ്കിൽ 1224 കിലോഗ്രാം. ടോയിങ് കപ്പാസിറ്റി അത്രയാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓടിച്ച ID4-ൻ്റെ ഭാരം അല്ലെന്ന് പറഞ്ഞാൽ ID4-ൻ്റെ ഭാരത്തിൻ്റെ റേഞ്ച് തുടങ്ങുന്നത് 1963 കിലോഗ്രാം തൊട്ട് 2189 കിലോഗ്രാം വരെയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ടോയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1224 കിലോഗ്രാമാണ്. അപ്പോൾ ഒരിക്കലും ഒരു ID4-നെ കൊണ്ട് വേറൊരു ID4-നെ വലിക്കാൻ പറ്റത്തില്ല.
അവർ പറഞ്ഞ പേപ്പർ അവർ പറഞ്ഞേക്കുന്ന ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വലിക്കാൻ പറ്റത്തില്ല. കാരണം 1224 ഇവരുടെ ടോയിങ് കപ്പാസിറ്റി എങ്കിൽ ID4ന്റെ ഭാരം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 1963 കിലോഗ്രാമിലാണ്. പറ്റത്തില്ല. പക്ഷേ ഒരു സാധാരണ കാറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാറിന്റെ ഒരു കോമ്പാക്ട് കാറിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 2600 LB തൊട്ട് 3000 LBS, അതായത് ഒരു 1179 തൊട്ട് 1360 കിലോഗ്രാം വരെ വരത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ID4നെ കൊണ്ട് സാധാരണ വണ്ടികളെ വലിക്കാൻ പറ്റും. പക്ഷേ ID4നെ വലിക്കാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഒരു ട്വിസ്റ്റ്. ബേസ് വേരിയന്റ് ID4ന്റെ വില ഏകദേശം $51,000 ആണ്. നെക്സ്റ്റ് വേരിയന്റ് ID4S വില $53,000 ആണ്. ഈ രണ്ട് വേരിയന്റുകളിലും വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 62 കിലോവാട്ടിന്റെ ബാറ്ററിയാണ്. നെക്സ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ID4 Pro ആണ്. ഏകദേശം ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ $55,000 ആണ്. ഇത് തൊട്ട് ബാക്കിയുള്ള മുമ്പോട്ടുള്ള എല്ലാ വേരിയന്റിലും വരുന്നത് 82 കിലോവാട്ടിന്റെ ബാറ്ററിയാണ്. ID4 Pro കഴിഞ്ഞാൽ പിന്നെ ID4 Pro S ആയി. അതിന്റെ വില $58,000 ആണ്. ഇനി നെക്സ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ID4ന്റെ ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം $60,000 ആണ്. ഇനി നെക്സ്റ്റ് വേരിയന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഓടിച്ച വേരിയന്റ് ID4 Pro S ഓൾ വീൽ ഡ്രൈവ്. ഇതിന്റെ വില $63,000 ആണ്. അപ്പം 51,000 തൊട്ട് ഏകദേശം $63,000 വരെയുള്ള ഒരു ഗ്യാപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട് വിലയുടെ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് മോഡൽ Y ആയിട്ടാണ്. മോഡൽ Y SUV ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഡിഫർ ആവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വോക്സ്വാഗന്റെ ആണ്. എനിക്ക് പിന്നെ ID4 ഓടിച്ചിട്ട് പ്രശ്നമായിട്ട് തോന്നിയത് അതിൻ്റെ റിവേഴ്സ് ക്യാമറയാണ്. എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആ വീഡിയോയ്ക്കകത്ത്. കാരണം അത് ഭയങ്കര വൈഡാണ്. അത് നമുക്ക് കറക്റ്റ് മനസ്സിലാവത്തില്ല. നമ്മൾ രണ്ട് വണ്ടിയുടെ നടുക്കാണോ അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ലൈനിലാണോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം അത് കുറച്ച് വിയേർഡായിട്ടാണ്. അത് ക്യാമറ ഓറിയന്റേഷൻ്റെ ആണോ അത് ഡിസ്പ്ലേയുടെ ആണോ എനിക്കറിയത്തില്ല. എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയില്ല പറയാൻ. അതായത് വണ്ടി നീറ്റാണ്, വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം അടിപൊളിയാണ്, വണ്ടിയുടെ സീറ്റെല്ലാം നല്ല കംഫിയാണ്. ഈവൻ മസാജ് ഫീച്ചറുണ്ട്. അത് അങ്ങനെ ഒരു ഫീച്ചർ ഞാൻ ടെസ്ലയിൽ കണ്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. പിന്നെ ഫ്രങ്ക് ഇല്ല വണ്ടിക്ക്. അതായത് ഫ്രണ്ടിൽ നമുക്ക് സാധനം വെക്കാൻ ഒന്നും പറ്റത്തില്ല. ഈവൻ ടെസ്ലയ്ക്ക് അതുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് അതിനുണ്ടെന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ ഇതിന് നല്ല ട്രങ്ക് സ്പേസ് ഉണ്ട്. കാരണം അത് 60-40 സ്പ്ലിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് നല്ലൊരു വൈഡായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. അത് പക്ഷേ എനിക്ക് തോന്നുന്നു മോഡൽ Yയുടെ അത്രയും തന്നെ ഒരു ട്രങ്ക് സ്പേസ് അതിനുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ആണ്. ക്രോസ് എല്ലാ വേരിയന്റും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഈ ടെസ്ല എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇവരുടെ നെറ്റ്വർക്കാണ്. അതായത് ഈ പറയുന്ന നമുക്ക് ചാർജിങ് സ്റ്റേഷന്റെ ഒരു ഗുണമാണ്. അതായത് ഈ ഓളം നൈറ്റ് ആയ പോലെ ഉണ്ട് അല്ലേ, എളുപ്പം ലൈറ്റ് പോയി. എന്തായാലും നമുക്ക് ടെസ്ല എടുക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു ഗുണമെന്ന് പറയുന്നാൽ അവരുടെ ചാർജിങ് സ്റ്റേഷനുകളുടെ അവൈലബിലിറ്റിയാണ് ഭയങ്കര കൂടുതലാണ്. അപ്പം അത് മാത്രമല്ല, നമുക്ക് അതിനൊരു ചാർജ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി അല്ലെങ്കിൽ നമ്മൾ റൂട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകുന്ന ഉറപ്പായിട്ടും ചാർജ് സ്റ്റേഷനിൽ കയറി ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. അതിന്റെ മാപ്പ് അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തേർഡ് പാർട്ടി അല്ലെങ്കിൽ വോക്സ്വാഗന്റെ തന്നെ ചാർജിങ് സ്റ്റേഷനുകൾ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ പൈസ കുറച്ച് കൂടുതലായിരിക്കും അതിനൊക്കെ, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വണ്ടി നൈസ് വണ്ടിയാണ്. വണ്ടി ഓടിക്കാൻ കംഫർട്ടബിൾ ആണ്. എനിക്കിഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ റിവ്യൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ റിവ്യൂ കേട്ടിട്ട് നിങ്ങളൊരു ഡിസിഷൻ ഒന്നും എടുക്കാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ എനിക്ക് തോന്നി എന്നുള്ളതാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കുക. പിന്നെന്താ പറയാനുള്ളത്, ഇന്നത്തെ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ അതാണ് ID4ന്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. Yeah.